أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا محمد رسول الله والذين معه أشداء على الكفار الحمد لله وكفى وسلام على المصطفى وعلى عباد الله كافة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ഇവിടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. IRSൽ നടന്നുകൊണ്ടിരിക്കുന്ന തഹ്ഫീദുൽ ഖുർആൻ കോഴ്സിലും ഇന്നും ഒന്നാം സ്ഥാനത്ത് നിർത്തിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് നമ്മുടെ IRHSS. അതിൻ്റെ പേരിൽ തന്നെ അത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി കൂടുതൽ താല്പര്യം, വായനക്കുള്ള സംവിധാനങ്ങൾ, വായിച്ചു മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങൾ നമുക്ക് ലഭ്യമാണ്. ചില ആളുകൾക്ക് കേൾക്കലായിരിക്കും താല്പര്യം. ഖുർആനിന്റെ 4 വർഷം പൂർത്തിയായിരിക്കുകയാണ്. 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ഇപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അന്ന് 5ാം ക്ലാസ്സിലായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് അത് തുടങ്ങുമ്പോൾ പരിമിതമായ സൗകര്യം വെച്ചുകൊണ്ട് രാവിലെ ആഴ്ചയിൽ 3 ദിവസം 7:30 മുതൽ 9 മണി വരെയുള്ള ഹിഫ്ള് ക്ലാസ് കൊടുക്കുക, അത് മാത്രമേ ക്ലാസ് ആയിട്ടുള്ളൂ. അങ്ങനെ തുടങ്ങുന്ന സമയത്ത് ആ പരിമിതമായ സൗകര്യം വെച്ചുകൊണ്ട് തുടങ്ങുമ്പോൾ നമ്മുടെ ലക്ഷ്യം ഈ മക്കൾ 9ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും 10 ജുസ് മനഃപ്പാഠമാക്കണം എന്നതായിരുന്നു. അൽഹംദുലില്ലാഹ് ആ മക്കളൊക്കെയും 9 ജുസും 8 ജുസും ഒക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അവരിപ്പോൾ 8ാം ക്ലാസ്സിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ 9 ജുസ് കംപ്ലീറ്റ് ചെയ്ത ഹാസിർ അമീൻ കെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഹാസിർ അമീൻ കെ എന്ന കുട്ടിക്കുള്ള അവാർഡ് ദാനമാണ്. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഹാസിറിനെ രക്ഷിതാവിനോടൊപ്പം ക്ഷണിക്കും. പ്രൈമറി പൊതുപരീക്ഷയിൽ അടുത്തതായി സെക്കൻഡറി വിഭാഗത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ അവാർഡ് വാങ്ങിച്ച, ഇനിയും വ്യത്യസ്ത മേഖലയിൽ അംഗീകാരങ്ങൾ നേടാനിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും പരശുതമ്പുരാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ആ സന്തോഷകരമായ അനുഭവങ്ങളെ കണ്ണിറയെ കാണാനും ആസ്വദിക്കാനും ഇവിടെ ഒത്തുകൂടിയ അവരുടെ മാതാപിതാക്കൾ, വല്യപ്പന്മാർ, വല്യമ്മമാർ, കുടുംബാദികൾ, തമ്പുരാന്റെ പ്രത്യേകമായ അനുഗ്രഹാശിസുകൾ അവരുടെ മേൽ ഉണ്ടാകുമാറാവട്ടെ. ഏറെ ഹൃദ്യമായ ഒരു സദസ്സാണ് ഈ സദസ്. ഏതു സദസ്സിലും വെച്ച് ശ്രേഷ്ഠം
വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട മതപഠനവുമായി ബന്ധപ്പെട്ട അത്തരം ചിന്തയും ചർച്ചയും അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും അനുഭൂതികളും വേദപ്രോക്തമായ ഈ വിഷയമായിട്ടുള്ള ശരിയായ ഉദ്ബോധനങ്ങൾ പങ്കുവെക്കുന്ന സദസ്സുകളാണ് എന്ന കാര്യം നമുക്കറിയാം. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് പറയേണ്ടത്, ഇത്തരമൊരു സ്ഥാപനത്തിൽ ഭൗതികവും മതപരവുമായ വിജ്ഞാനം ലഭ്യമാക്കാൻ ഉദ്ദേശിച്ചും സർവോപരി വിശുദ്ധ ഖുർആനിൻ്റെ പഠനവും മനഃപാഠമാക്കലും ഉദ്ദേശിച്ചും ഇവിടെ കുട്ടികളെ ചേർത്ത രക്ഷിതാക്കളോടാണ്. അത് അവർ ആ അംഗീകാരം അർഹിക്കുന്നു എന്നതുകൊണ്ടാണ്. കുട്ടികളെ കുറിച്ചുള്ള പഠനങ്ങളിൽ ഭൗതിക രംഗത്ത് ഉള്ള മഹാരഥന്മാരായ സാമൂഹിക ശാസ്ത്രകാരന്മാരും ചൈൽഡ് സൈക്കോളജിസ്റ്റുകളുമൊക്കെ മണ്ണിൽ ജനിക്കുന്നത് വിത്ത് എ സെലസ്റ്റിയൽ ലൈറ്റ് എന്നാണ്. അവരുടെ ഭാഷ അങ്ങനെയാണ്. അതിൻ്റെ ശരിയായ അർത്ഥം ദൈവികമായ പ്രകാശത്തോടെ, ഒരു ഡിവൈൻ ആയിട്ടുള്ള ദൈവികമായ പ്രകാശത്തോടെയാണ് എന്നാണ്. ഓരോ കുഞ്ഞും നിഷ്കളങ്കനാണ്. ശരിയായ പ്രകാശത്തോടു കൂടി തിന്മ എന്തെന്നറിയാത്ത വിധമാണ് ജനിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഈ പ്രയോഗത്തെ അതിൻ്റെ കൃത്യതയോടെ വിശദീകരിച്ചിട്ടുണ്ട്. ഫിത്രത്തല്ലാഹില്ലത്തി ഫതറൻ നാസ അലൈഹ. ഓരോ മനുഷ്യനെയും ഓരോ കുഞ്ഞിനെയും ഈ മണ്ണിലേക്ക് അല്ലാഹ് സൃഷ്ടിച്ചു വിട്ടത് നിഷ്കളങ്കമായ ശുദ്ധ പ്രകൃതത്തോടു കൂടിയാണ്. ആ ശുദ്ധ പ്രകൃതത്തെയാണ് ഈ വൈജ്ഞാനിക മേഖലയുള്ളവർ സെലസ്റ്റിയൽ ലൈറ്റ് എന്ന് വിശേഷിപ്പിച്ചത്. അവർ നിരീക്ഷിക്കുന്നു വീണ്ടും അങ്ങനെ ശുദ്ധപ്രകൃതത്തിൽ ജനിച്ച ഈ നിഷ്കളങ്ക ബാല്യങ്ങൾ, അവിടെ ചുറ്റുപാട്, സാഹചര്യം, എത്തിപ്പെടുന്ന ഇടം, അവർ പരിചയിക്കുന്ന രീതികൾ, ശൈലികൾ, അവിടെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുക്കുന്ന അല്ലെങ്കിൽ അവരുടെ നിഷ്കളങ്കമായ ഹൃദയത്തിന്റെ ചുമരിൽ വരയ്ക്കുന്ന ആദ്യ ചിത്രങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് ചേരുവകൾ ചേരുമ്പോൾ പിന്നീട് ചിലതൊക്കെ നല്ല നിലയിലേക്ക് വളരുകയും വേറെ ചിലതൊക്കെ വഴികളിലേക്ക് തിരിയുകയും ചെയ്യുന്നു എന്ന്. അതാണ് അതിന്റെ ചപലതയെ കുറിച്ച് അവർ പറയുന്നത്. ഈ വസ്തുതയെ ഏറ്റവും കൃത്യമായി കൃത്യതയോടെ വിശദീകരിച്ചത് മഹാനായ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. തിരുനബി ഇങ്ങനെ പറയുന്നു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാ കുഞ്ഞുങ്ങളും മണ്ണിൽ ജനിക്കുന്നത് ശുദ്ധപ്രകൃതത്തിലാണ്. പിന്നീട് അവന്റെ മാതാപിതാക്കളാണ്, കുടുംബമാണ്, ചുറ്റുപാടാണ് അവരെ വ്യത്യസ്ത ഇസങ്ങളുടെ, വ്യത്യസ്ത രീതികളുടെ, വ്യത്യസ്ത ശൈലികളുടെ അവസ്ഥയിലേക്ക് മാറ്റുന്നത്. കുടുംബത്തിന്റെ ഒരു ശൈലി, മതം, സംസ്കാരം, കൾച്ചർ, ട്രഡീഷൻ, പാരമ്പര്യം, പിന്നെ നാട്ടിലെ ഒരു പ്രത്യേകമായ സ്ഥിതിവിശേഷം, എത്തിപ്പെടുന്ന വേദികളുടെ, അത് രാഷ്ട്രീയമാവട്ടെ, മതപരമാവട്ടെ, സാംസ്കാരികമാവട്ടെ, ആ വേദികളുടെ ചില പരുക്കനവസ്ഥകൾ, മുൾമുനകൾ, കൂടിയും കുറഞ്ഞുമുള്ള നന്മയോടുള്ള ആഭിമുഖ്യത്തിൻ്റെ ഏറ്റപ്പറ്റുകൾ, ചിലപ്പോൾ അക്രമത്തിൻ്റെ വഴിയിലൂടെയുള്ള പ്രയാണത്തിൻ്റെ ഒരു ലഹരി, ഇതൊക്കെ ആയിട്ട് അവർ നിലകൊള്ളുന്ന വേദിക്കനുസൃതമായി ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് വന്നു ചേരുന്ന ഇത്തരം പുറത്തുള്ള വിവരങ്ങൾ, അത് അവരെ പിന്നീട് ആ അവസ്ഥയിലേക്ക് മാറ്റുന്നുവെന്നാണ്. ഈ രണ്ട് നിരീക്ഷണങ്ങളും ഒരു ഭാഗത്ത് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ളതും, മറുഭാഗത്ത് ഈ പ്രായത്തിലെ കുട്ടികളെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഭാഗത്തുള്ളതുമാണ്. ഇതൊരു വസ്തുതയാണ്, നിഷേധിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യമാണ്. ഞാൻ രക്ഷിതാക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ അവരുടെ മനസ്സിന് കിട്ടേണ്ട വിജ്ഞാനവും അവരുടെ തലച്ചോറിന് കിട്ടേണ്ട വിജ്ഞാനവും ഒരുപോലെ ലഭ്യമാക്കാൻ ശ്രമിച്ചതിലൂടെ ഈ പ്രതിസന്ധിയെ മറികടക്കുകയാണ് ചെയ്തത്. മനസ്സിനുള്ള വിജ്ഞാനവും തലച്ചോറിനുള്ള വിജ്ഞാനവും ഒരുപോലെ ആവശ്യമാണ്. അഥവാ ഹൃദയത്തിനും തലച്ചോറിനും ഒരുപോലെ കിട്ടേണ്ട വിജ്ഞാനീയങ്ങളുണ്ട്. നമ്മൾ പുതിയ ഭാഷയിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയാറുണ്ട്, ഭിന്നശേഷിക്കാരൻ. അത് പുതിയ കാലഘട്ടത്തിൻ്റെ അവരെ മാനിക്കുന്ന ഏറ്റവും നല്ലൊരു പ്രയോഗമാണ്. യഥാർത്ഥത്തിൽ ശാരീരികമായ വൈകല്യമുള്ള അവസ്ഥ അതിൽപ്പെട്ട ഒന്നാണ്. നമ്മളൊരു മനുഷ്യനെ കാണുമ്പോൾ ആ മനുഷ്യന്റെ ശരീരത്തിന്റെ വളർച്ചക്കനുസൃതമായിട്ട് അദ്ദേഹത്തിന്റെ അവയവങ്ങളുടെ വളർച്ച ഇല്ലാതെ പോയാൽ, അല്ലെങ്കിൽ ശരീരത്തിന്റെ വളർച്ചയുടെ അനുപാതത്തിന് വ്യത്യസ്തമായിട്ട്
ഏതെങ്കിലും ഒരു അവയവത്തിന്റെ വളർച്ച അധികമായി പോയാൽ കാഴ്ചയിൽ തന്നെ നമുക്ക് അതിന്റെ ഒരു പ്രയാസം മനസ്സിലാവും. അനുപാതം തെറ്റിയിരിക്കുന്നു അവിടെ. ഇത് ശാരീരികമായ അവസ്ഥയിൽ ഫിസിക്കലി വേഗത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ്. പക്ഷെ മനസ്സിന്റെ ഈ അനുപാത തെറ്റലിനെ, ക്രമം വിട്ട വളർച്ചയെ നമ്മൾ പലപ്പോഴും കാണാതെ പോകുന്നു. ഭൗതിക വിദ്യാഭ്യാസത്തിലൂടെ തലച്ചോറിലേക്ക് ഒരുപാട് വിജ്ഞാനികൾ അടിച്ചു കയറ്റപ്പെടുകയാണ്. അവർ ഗണിതം പഠിക്കുന്നു, സയൻസ് പഠിക്കുന്നു, പുതിയ കാലഘട്ടത്തിൽ IT പഠിക്കുന്നു. ആ മേഖലയിലെ വികാസത്തിലൂടെ യഥാർത്ഥത്തിൽ വളർച്ച പ്രാപിക്കുന്ന ഒരു കുട്ടിക്ക് ഉത്തരവാദിത്വ ബോധമുണ്ടെങ്കിൽ 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കെ PGക്ക് പരീക്ഷ എഴുതാം, +2 കാരനായിരിക്കെ IAS അപ്പിയർ ചെയ്യാം, പ്രത്യക്ഷപ്പെടാം. അത് പുതിയ കാലഘട്ടത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ ക്രമമാണ്. പക്ഷെ തലച്ചോറിന്റെ വളർച്ചയ്ക്കനുസൃതമായി ഹൃദയത്തിന്റെ വളർച്ച സംഭവിക്കാതെ പോകുന്നിടത്ത് ഇത്തരം വിജ്ഞാനികൾ ആർജിച്ച വലിയ വലിയ മനുഷ്യരിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത രീതികളും ശൈലികളും അനുഭവിച്ചുകൊണ്ട് നമ്മൾ നിരാശപ്പെട്ടു പോകാറുണ്ട്. അവിടെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് തലച്ചോറിന്റെ വളർച്ചയ്ക്കനുസൃതമായി ഹൃദയത്തിന് വളർച്ച കിട്ടണം. ഹൃദയത്തിന്റെ വളർച്ചയും വളരെ പ്രധാനമാണ്. അല്ലെങ്കിൽ ഈ കുട്ടിയുടെ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഒരു തരം അംഗവൈകല്യമുള്ള അവസ്ഥയായിരിക്കും. ആ അംഗവൈകല്യം ഫിസിക്കലി പുറത്ത് കാണില്ല, അകത്ത് ആണിത് സംഭവിക്കുന്നത്. വിശുദ്ധ ഖുർആനും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിജ്ഞാനങ്ങളും ഹൃദയത്തിന്റെ വളർച്ചയെ പരിപക്വമാക്കുന്നു. ഹൃദയത്തിന് കിട്ടേണ്ട വളർച്ച കൂടി ലഭ്യമാകുന്നു. അപ്പോൾ ഹൃദയം വളരുന്നു, തലച്ചോറും വളരുന്നു. ഹൃദയവും മസ്തിഷ്കവും ഒരുപോലെ വളരുക എന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മാനസിക വളർച്ചയിലെ അവരുടെ പക്വതയും പാകതയുമായി ബന്ധപ്പെട്ട് നാം പ്രതീക്ഷിക്കുന്ന അവസ്ഥയിലേക്കുള്ള വികാസത്തിന്റെ ഉറപ്പ് വരുത്താൻ പറ്റുന്ന ഒരു വഴിയാണ്. അതാണ് വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിന്റെ മർമ്മം. നേരത്തെ പറഞ്ഞ ആ ശുദ്ധപ്രകൃതി ജനിച്ച കുഞ്ഞിന്റെ ഹൃദയത്തിലെ നന്മയോട് ആഭിമുഖ്യമുള്ള ആ ശുദ്ധാവസ്ഥയെ വളരെ കൂടുതൽ മൂർച്ചയോടെ പ്രകാശിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആൻ. അവർ ഖുർആൻ പഠിക്കുന്നതിലൂടെ അതാണ് സംഭവിക്കുന്നത്. അവർ ഖുർആനുമായി ബന്ധപ്പെട്ട അനുബന്ധ വിജ്ഞാനങ്ങൾ ആർജിക്കുന്നതിലൂടെ അവരുടെ ശുദ്ധപ്രകൃതത്തിന്റെ പ്രകാശം വികസിക്കുകയാണ്. അത് കൂടുതൽ ബലപ്പെടുകയാണ്. അത് കൂടുതലായി അവരുടെ ജീവിതത്തെ സ്വാധീനിക്കും വിധം അവരെ കീഴ്പ്പെടുത്തുകയാണ്. അഥവാ തിന്മയിലേക്കുള്ള അവരുടെ പ്രയാണത്തിന്റെ ഗതിവേഗം കുറയുകയാണ്. എത്ര കണ്ട് ഖുർആനിക വിജ്ഞാനികൾ ആർജിക്കുന്നുവോ, എത്ര കണ്ട് ഖുർആൻ പഠിക്കുന്നുവോ, എത്ര കണ്ട് മനഃപ്പാഠമാക്കുന്നുവോ, എത്ര കണ്ട് ഖുർആനിക ആശയങ്ങളെ സ്വായത്തമാക്കാൻ പറ്റുന്ന ഒരു സംസ്കാരത്തിനകത്ത്, ഒരു സംവിധാനത്തിനകത്ത്, ഒരു സ്ഥാപനത്തിനകത്ത് വളരുന്നുവോ, അത്ര കണ്ട് ഈ കുഞ്ഞുങ്ങൾ സുരക്ഷിതരാവുകയാണ് എന്ന യാഥാർത്ഥ്യത്തെ കുറിച്ച് നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കുക. അതുകൊണ്ട് ആ അർത്ഥത്തിൽ നമുക്ക് ലഭിക്കുന്ന വലിയ ഭാഗ്യമാണ് ഇത് മനസ്സിലാക്കാതെ പോയ പല രക്ഷിതാക്കളും പിന്നീട് ഖേദിക്കാറുണ്ട്. പക്ഷേ ആ അർത്ഥത്തിൽ ഈ സംവിധാനത്തെ, ഇങ്ങനെ ഒരു സംവിധാനം മതപരവും ഭൗതികവുമായ വിജ്ഞാനികൾ ആർജിച്ചുകൊണ്ട് ഈ ചെറിയ പ്രായത്തിൽ അവരിൽ അള്ളാഹു നിക്ഷേപിച്ച ആ നല്ല പ്രകാശത്തെ, ശുദ്ധപ്രകൃതത്തെ പരമാവധി സംശുദ്ധിയുടെ വഴിയിൽ വളർത്തി പരിപക്വമാക്കി എടുത്തുകൊണ്ട് മുന്നിൽ ജീവിക്കുന്ന ലക്ഷണമൊത്ത പൗരന്മാരായി, കുടുംബത്തിനും നാട്ടിലും നാട്ടുകാർക്കും കൊള്ളാവുന്ന വ്യക്തിത്വങ്ങളായി, സർവോപരി മരണപ്പെട്ടു പോയാൽ മാതാപിതാക്കൾ ഉപകാരപ്പെടുന്ന മക്കളായി മണ്ണിലും, മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർ തന്നെയും സ്വർഗത്തിലെ അതിഥികളായി എത്തുന്ന അവസ്ഥ അവിടെയും സംഭവിക്കും. എന്റെ മകൻ ഇപ്പോഴും പഠിക്കുന്നത്, ഇത് അവർ 25 ദിവസമായി, മോനെ ഒന്ന് ഓതി കൊടുക്കണമെന്ന് പറയണം. അപ്പൊ വന്ന അതിഥിയുടെ മുമ്പിൽ ഒരു പേരങ്ങ് ഓതുകയാണ് കുട്ടി. അതതിന്റെ ഉർമ്മത്തോടു കൂടി ആ ഇസ്തിആദും അഊദും ബിസ്മിയൊക്കെ ചൊല്ലി അത് നല്ല രീതിയിൽ തന്നെ തർണിയും തർത്തിൽ, അതിന്റെ താളം, ഭാവം, ഗൗരവം, അതിന്റെ ഒരു ഗാംഭീര്യം എല്ലാം വെറുതെ ഓടിന് തീർക്കാൻ അയക്കരുത്. നല്ല കോളത്തിൽ എങ്ങനെയാണ് ഒരു വഴി. ഇപ്പൊ ഇവിടെ തുടങ്ങിയപ്പോൾ ഒരു മോൻ ഇന്ന് സമ്മാനമായിട്ട് കുട്ടി ഇവിടെ കിറാത്ത് നടത്തിയില്ലേ, അപ്പൊ അതുപോലെ ഒരു നല്ല രീതിയിൽ അങ്ങ് ഓതട്ടെ. ആവുന്നു കുറച്ച് സമയം നിങ്ങൾ അനുവദിക്കുക, ഈ അതിഥികളും ഇരിക്കട്ടെ. അത് നിങ്ങളുടെ കുട്ടിക്കൊള്ളി അംഗീകാരമാണ്. അങ്ങനെ അവൻ അവന്റെ കയ്യിലെ ഖുർആനും ഉപയോഗിക്കാനും പ്രയോഗിക്കാനും പഠിക്കുന്നതോടൊപ്പം അതിൽ അവൻ തന്നെ ആത്മബോധം, ആത്മാഭിമാനം വരുമ്പോൾ അവൻ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കും. അവൻ അംഗീകാരം കിട്ടുന്നത് അത് വലിയൊരു സംഗതിയാണ്. അംഗീകാരം വലിയൊരു സംഗതി. എന്തിനായിട്ട് വെച്ചിരിക്കുന്നത് അംഗീകാരമാണ്. അവർ ഓരോ ഘട്ടത്തിൽ അംഗീകരിക്കപ്പെടുകയാണ്. അതവരുടെ വളർച്ചയിൽ വലിയ അവസ്ഥയിലേക്ക് ഒരിക്കലും അവരെ നിരാശപ്പെടുത്തരുത്. അങ്ങനെ നമ്മുടെ കുട്ടികളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇവിടുന്ന് പഠനം കഴിഞ്ഞിറങ്ങിയാലും അവരുടെ ഹിഫ്ള് നഷ്ടപ്പെടാതിരിക്കാൻ മാതാപിതാക്കളായി നമ്മുടെ നല്ല ശ്രദ്ധയുണ്ടാവണം. കാരണം
ഇഹലോകത്ത് മാത്രമല്ല നാളെ പരലോകത്ത് അവരിൽ നിന്നും അംഗീകരിക്കപ്പെടുകയാണ്. എനിക്ക് അതിന്റെ സമയം തീരാൻ പോവുകയാണ്. ഒരു കാര്യം കൂടി പറയാം. അലിജ അലി യൂസഫ് ബഗോവിന്റെ ജീവചരിത്രം വായിച്ചപ്പോൾ അദ്ദേഹത്തിന് അനുഭവം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം യൂറോപ്യൻ കൺട്രീസിലൊന്നിൽ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങൾ നീണ്ട ഒരു സമ്മേളനം, 6-7 ദിവസങ്ങളുണ്ട്. പക്ഷെ സമ്മേളനത്തിന്റെ ക്രമത്തിൽ ഒരു രസകരമായ താല്പര്യജനകമായ അവസ്ഥ ഉണ്ട്. ആ സമ്മേളനം തുടങ്ങുമ്പോൾ ഒരു നല്ല കാര്യം, നല്ല ഖിറാഅത്ത് അറിയുന്ന ഒരാൾ ഹാഫിൽ ഒരു 5 മിനിറ്റ് ശരിക്കും പാരായണം ചെയ്യും. അദ്ദേഹം പറഞ്ഞ സമ്മേളനം തുടങ്ങും വരെ അതിന്റെ തുടക്കം എല്ലാവരും പല കാര്യത്തിൽ എൻഗേജ് ആയി. അവർ ഗൗരവമുള്ള വിഷയങ്ങൾ തന്നെ, അവർ എത്തിപ്പെട്ട ആ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മറ്റുണ്ടായിരിക്കും, അല്ലെങ്കിൽ സുഹൃബന്ധത്തിന്റെ ഭാഗമായി. അങ്ങനെ ഖിറാഅത്ത് അങ്ങ് തുടങ്ങുന്നതോടുകൂടി എല്ലാവരും ശ്രദ്ധരാകും. എല്ലാവരും സീറ്റിൽ ഇരുന്നു, എല്ലാവരുടെയും കണ്ണും കാതും അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ടു, കേന്ദ്രീകരിക്കപ്പെട്ടു. പിന്നീട് അവിടുത്തെ അന്തരീക്ഷം തന്നെ അങ്ങ് മാറുകയാണ്. അവസാനം ഈ ഖിറാഅത്ത് നടത്തുന്ന വ്യക്തി ഒരായത്ത് അവസാനം നിർത്തുമ്പോൾ ആ അടുത്ത ആയത്തിന്റെ ഇടവേളയിൽ പിൻ പോയിന്റ് ആയിട്ടുള്ള ഒരു പിന്ന് വീണാൽ പോലും കേൾക്കാൻ പറ്റും വിധമുള്ള അത്രയും നിശബ്ദതയും ഗാംഭീര്യവും ഒരു തരം ഒരു തഖ്വയുടെ ഭക്തിയുടെ ഒരു അന്തരീക്ഷവും അദ്ദേഹം അനുഭവിച്ചു എന്നാണ്. ആ സമ്മേളനത്തിന്റെ ഗൗരവമായ ചർച്ച കഴിഞ്ഞ് അവസാനിക്കുമ്പോൾ ഇത് സംഭവിക്കുന്ന അവസാന ദിവസം അദ്ദേഹം പറയുന്നു, അർ-റഹ്മാൻ എന്ന സൂറയാണ് ഓതിയത്. അദ്ദേഹം പറയാം, എനിക്കതിൽ എന്ന ആയത്തിന്റെ അർത്ഥം മാത്രമേ അറിയുള്ളൂ. പക്ഷേ ആ സദസ്സിൽ അദ്ദേഹം പാരായണം ചെയ്തപ്പോൾ എന്തെല്ലാമോ വിശാലമായ ആശയലോകത്തേക്ക് മനസ്സും ഹൃദയം ഒരുപോലെ സഞ്ചരിക്കുന്ന അനുഭൂതി ഉണ്ടായിട്ട് പാരായണം നിർത്തിയിട്ടും ഞങ്ങൾ സദസ്സിൽ നിന്ന് ഇളകിയില്ല എന്നാണ്. പാരായണം നിർത്തിയിട്ട് ആട്ടിൽ ഇരിക്കാം, സമ്മേളനം സമാപിക്കുക, സദസ്സ് അനങ്ങുന്നില്ല. പിന്നീട് ആ സദസ്സിനോട് ഡിസ്പേഴ്സ് പറയേണ്ടി വന്നു അധ്യക്ഷൻ എന്നാണ്. അത് വല്ലാത്ത നിങ്ങളുടെ വീട്ടിൽ ഇത് നിങ്ങൾക്ക് സാധ്യമാവേണ്ടതില്ല. നമ്മുടെ മക്കളെ ഉപയോഗിക്കണം. നമ്മൾ കൂടിയിരിക്കുന്ന മക്കളൊന്ന് പാരായണം ചെയ്യട്ടെ. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ നമ്മുടെ വീട്ടകത്ത് ഇറങ്ങും. അതുകൊണ്ട് സഹോദരന്മാരെ, ഇത് പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ കഴിയാത്ത വിഷയമാണ്. പുതിയ കാലഘട്ടത്തിന്റെ പ്രതിസന്ധിക്ക് മുമ്പിൽ നമ്മുടെ മക്കളെ ഇസ്ലാമിൽ ഉറപ്പിച്ചു നിർത്താൻ, നമുക്കവർ നഷ്ടപ്പെടാതിരിക്കാൻ, മരണശേഷം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമുക്ക് വേണ്ടി കൈകളുന്ന മക്കളെ ഇവിടെ ഇട്ടേച്ചിട്ട് പോവാൻ നമുക്ക് കിട്ടുന്ന ഈ അവസരത്തെ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഇതിന് പിന്നാലെ കൂടണം. മക്കൾ മനസ്സിലാക്കണം, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾക്ക് തിരിച്ചു നൽകാവുന്ന ഏറ്റവും വലിയ സംഭാവനയാണ് ഈ പഠനം. നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുവെങ്കിൽ അവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ഹദിയ. നിങ്ങൾ മരണശേഷം അവർക്ക് വേണ്ടി എന്ത് സദഖ ചെയ്താലും അതിനൊക്കെ മികച്ചു നിൽക്കുന്ന ഹദിയ ഇതാ. അതുകൊണ്ട് ആവേശത്തോടെ ഒട്ടും മടുപ്പും ചെടുപ്പുമില്ലാതെ ഹൃദയ മസ്തിഷ്കത്തിലേക്ക് കേന്ദ്രീകരിച്ച് മുൻപെടുത്ത് നല്ല മനസ്സോടെ ഖുർആൻ പഠനത്തിന്റെ സമയത്ത് ശരിക്കും ഉപയോഗപ്പെടുത്തണം. പ്രാർത്ഥിക്കണം, പടച്ചവനെ മറന്നു പോകരുത്, മറപ്പിക്കരുത്. പിശാചിനെ എന്റെ ഹൃദയത്തിൽ ഇടം കിട്ടിയിട്ട് ഞാൻ പഠിച്ചത് മറപ്പിച്ച് പിശാചിനെ വഴിതെറ്റി എന്നെ തട്ടിയെടുത്ത് കൊണ്ടുപോകുന്ന അവസ്ഥ സംഭവിക്കരുത്. അങ്ങനെ സംഭവിച്ച ഹതഭാഗ്യം നമുക്കിടയിലുണ്ട് വേണം. അതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കണം. എനിക്കൊരു അപേക്ഷ കുറിച്ചുള്ളൂ, ഈ സ്ഥാപനത്തിന്റെ ഈ മേഖലയിലെ പരിമിതികൾ നിങ്ങൾ ഏറ്റെടുക്കണം. അതൊരു സദഖത്തുൻ ജാരിയയാണ്, ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒന്നാണ്. ഇതിൽ എത്രയോ കുട്ടികൾ ഈ വേദിയിൽ ഒരുപാട് പേരുണ്ട്, എനിക്കത് വ്യക്തിപരമായി അറിയില്ല. അവർക്ക് സേവനങ്ങളെ കുറിച്ച് സഹോദരൻ ഹാരിസ് ഇവിടുത്തെ സൂചനകൾ പറഞ്ഞു. ഇനിയും പൂർത്തിയാകേണ്ട സംവിധാനത്തെ കുറിച്ച് പറഞ്ഞു. ഞാൻ വിനയപരിസരം പറയുന്നു, അത് പൂർത്തിയാക്കാൻ നമ്മൾ ചെലവഴിക്കുന്ന അണപ്പൈ പരലോകത്തേക്ക് നമുക്ക് മുതൽ കൂട്ടുന്ന സദഖത്തുൻ ജാരിയ. ഈ വഴി ഒരുപാട് കുട്ടികൾ വരേണ്ടതുണ്ട്. മതവിദ്യാഭ്യാസത്തിന് മാറ്റി നിർത്തിയിട്ട് തെറ്റായ വിദ്യാഭ്യാസ ക്രമം സംവിധാനിച്ച ഒരു സമൂഹം ഇതിനെ മൊത്തം അലകും പിടിയും മാറ്റി നശിപ്പിക്കാൻ തീരുമാനമെടുത്ത് നടപ്പിൽ വരുത്താൻ കൊറോണ കഴിയാൻ കാത്തിരിക്കുന്ന ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ്. നമുക്ക് നമ്മുടെ കുട്ടികളെ ഇസ്ലാമിൽ ഉറപ്പിച്ചു നിർത്തണം, നമ്മുടെ വഴിത്താരയിൽ വളർത്തണം. നാളെ അവർ ഇസ്സത്തോടെ എഴുന്നേറ്റ് നിൽക്കണം. ആ മാർഗത്തിൽ ജീവിച്ചുകൊണ്ട് തന്നെ അവർ മരണം വരിക്കണം. ആ മാർഗം ജീവിച്ചുകൊണ്ടിരിക്കെ കൊല ചെയ്യപ്പെട്ടാൽ പോലും അവർ സ്വർഗത്തിൽ നമ്മളെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നതാണ്. നമുക്കാരും നഷ്ടപ്പെടുന്നില്ല, നമുക്ക് നഷ്ടമില്ല, ലാഭം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കരുത്തോടെ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാൻ സംവിധാനങ്ങൾ ആവശ്യമാണ്.
ഈ സ്ഥാപനത്തിൻ്റെ ഈ മേഖല പരിമിതികളെ നിങ്ങൾ ഏറ്റെടുക്കണം. അത് ഈ റമദാനിൽ പുണ്യങ്ങൾക്ക് ഒരുപാട് മികവാർന്ന ഉയർച്ചകളെ, ഇരട്ടികളെ വാഗ്ദാനം ചെയ്ത കാലഘട്ടത്തിൽ അത് പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിനെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ അവാർഡ് വാങ്ങിയ, അംഗീകാരങ്ങൾ നേടിയ, ഇനിയും വാങ്ങാനിരിക്കുന്ന എല്ലാ മക്കളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവർക്ക് അള്ളാഹു പഠനരംഗത്ത് കഴിവും മികവും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവർക്ക് ബുദ്ധിപരമായ വളർച്ചയും വികാസവും എല്ലാ സ്കിൽസും നൈപുണികളും തമ്പുരാൻ അവരുടെ ഔദാര്യത്താൽ പ്രത്യേകം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ധർമ്മത്തിൻ്റെ പാതയിൽ, നന്മയുടെ പാതയിൽ ഉറച്ചു നിൽക്കാൻ കഴിയും വിധമുള്ള അക്കിൽ, ബുദ്ധി, റുഷ്ദ്, തന്റേടം, പക്വതയും പാകതയും തമ്പുരാൻ അവർക്ക് പ്രധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവർ പഠിക്കുന്ന മറ്റു വിഷയങ്ങളും തമ്പുരാൻ അവർക്ക് മികവ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെ ഈ മേഖലയിലേക്ക് തിരിച്ചുവിട്ട മാതാപിതാക്കൾ, അതിന് പ്രേരണയായി വർത്തിച്ച കുടുംബത്തിലെ എല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ അനുഗ്രഹാശിസ്സുകൾ ആ കുടുംബങ്ങളിൽ അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും തമ്പുരാൻ പരിഹാരം നൽകി, ആശ്വാസം നൽകി, അവരെ കരുത്തരാക്കി മാറ്റുമാറാവട്ടെ. ഈ സ്ഥാപനം നടത്തി അതിന് മുൻഗാമികളായ പൂർവ്വസൂരികൾ ചില ത്യാഗങ്ങളെ ഏറ്റെടുത്തു, അതിനെ ഇപ്പോൾ അതിൻ്റെ ഭാരങ്ങൾ പങ്കുവെച്ചു അതിനുവേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സംവിധാനത്തിൻ്റെ നടത്തിപ്പുകാരും അതിനെ കൂടെ നിന്ന് ഇവിടെ വേണ്ട സേവനങ്ങൾ ചെയ്യുന്ന ഈ വേദിയും സദസ്സിനുള്ള ബഹുമാനിതരായ രക്ഷിതാക്കളും പടച്ചവൻ അവരുടെ സൽക്രമങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ. അവർക്ക് അർഹമായ പ്രതിഫലം തമ്പുരാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടെ ഈ ശ്രമങ്ങൾക്ക് ഇഹലോകത്ത് നല്ല പ്രതിഫലനങ്ങളും പരലോകത്ത് നല്ല പ്രതിഫലവും തമ്പുരാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ ഒരുപാട് പരിമിതികൾക്കിടയിൽ, പ്രത്യേകിച്ചും ഓൺലൈൻ കാലഘട്ടം കഴിഞ്ഞ് ഓഫ്ലൈൻ നടക്കുമോ എന്നറിയാത്ത വിധമുള്ള ആശങ്കയിൽ കോവിഡിന്റെ വ്യാപനത്തിന് പകച്ചു നിൽക്കുന്ന പ്രതിസന്ധിയിൽ ഈ പ്രയാസങ്ങളെ തരണം ചെയ്തും ഈ സ്ഥാപനത്തിൽ സേവനം ചെയ്യുന്ന എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മെയും ഈ സദസ്സിനെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സംവിധാനത്തിന് തുടക്കം കുറിച്ചതിന്റെ കൂടെ സഞ്ചരിച്ച് നമ്മൾ ഇവിടെ പറഞ്ഞുപോയ മഹാത്മാക്കൾ, അബ്ദുൽ ഉൾപ്പെടെ എല്ലാവരും തമ്പുരാൻ അവർക്ക് അവരുടെ സ്വർഗത്തിൽ പ്രത്യേകമായ ആദരവും ഇടവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം സ്വർഗീയ അനുഭവങ്ങളിൽ നിന്ന് ജീവിതമാക്കി അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാവട്ടെ. നമ്മളിൽ മരിച്ചുപോയ എല്ലാവർക്കും തമ്പുരാൻ അവൻ്റെ അനുഗ്രഹത്താൽ, അവരുടെ ഔദാര്യത്താൽ, അവരുടെ തെറ്റുകുറ്റങ്ങൾ വിട്ടുവീഴ്ച ചെയ്ത് മാപ്പാക്കി കൊടുത്തുകൊണ്ട് അവർക്ക് അംഗീകാരം നൽകി അവരുടെ ഇഷ്ടദാസന്മാരിൽ പെടുത്തി സ്വർഗത്തിൽ ഇടം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തമ്പുരാൻ ദൂരീകരിച്ച് എടുത്തു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാമാരുടെ പിടുത്തത്തിൽ നിന്ന് തമ്പുരാൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളെ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെ, ഭാര്യാസന്താനങ്ങളെ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ജീവിക്കുന്ന പ്രതിസന്ധി കാലഘട്ടത്തിൽ തമ്പുരാന്റെ കാവലിൽ മുന്നോട്ട് പോകാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته. അധ്യാപകരെ, സഹപാഠികളെ, ഖുർആൻ മനഃപ്പാഠമാക്കിയ ഞങ്ങളെ ആദരിക്കുന്ന ഈ സദസ്സിൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാം എത്രത്തോളം അതിന്റെ പരിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ള ഒരു വിഷയമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ്. നമുക്കറിയാം, എല്ലാ ഭാഷകളും അത് പൂർണ്ണമായി വ്യക്തമായി ഉച്ചരിക്കുമ്പോഴാണ് അതിന്റെ ആശയവും അർത്ഥവും ഉൾക്കൊള്ളാൻ കഴിയും. സാധിച്ചതിൽ വളരെയധികം ഹൃദ്യമായ ഹൃദയത്തിന്റെ ഭാഷയിൽ വളരെ സന്തോഷമുണ്ട്. കാരണം അദ്ദേഹത്തെ വളരെയധികം ബഹുമാനിക്കുന്ന, മനസ്സിൽ കൊണ്ടുനടക്കുന്ന വ്യക്തിത്വമാണ്. പലപ്പോഴും അദ്ദേഹത്തെ കാണാറില്ല, അദ്ദേഹത്തിന് അനുചരമായിട്ട് സംസാരിക്കുമ്പോൾ ആദ്യം ജമാൽ സാഹിബിന്റെ കാര്യമാണ് ചോദിക്കാറുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ തന്നെ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ നിങ്ങളെല്ലാം കേട്ടു.
അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളൊക്കെ ഒരു ഹൃദയത്തിന്റെ ഭാഷയിലുള്ള പ്രഭാഷണമാണ് പലപ്പോഴും എനിക്കിഷ്ടമുള്ളതാണ്. ബുദ്ധിക്ക് അമിതമായ പ്രാധാന്യം കൊടുക്കാതെ നമ്മൾ ചില പ്രഭാഷണം കേൾക്കുമ്പോൾ കൂടുതൽ കേൾക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. കാരണം പല പ്രഭാഷണങ്ങളും ബുദ്ധിക്കായിരിക്കും പ്രാധാന്യം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ അതല്ല, അത് പലപ്പോഴും ഹൃദയത്തിന്റെ ഭാഷയിൽ നിന്ന് നമ്മൾ പറയാറുണ്ട്, അത് ഹൃദയമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രയും കേട്ടുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹപാഠികളെ, അധ്യാപകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ ലോക്ക്ഡൌണിലാണല്ലോ. ലോക്ക്ഡൌണിൽ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ചിലർ അവരുടെ പഠനത്തിൽ പിന്നാക്കം പോയേക്കാം, മറ്റു ചിലർ അവരുടെ പഠനത്തിൽ മികച്ച മികവ് കാഴ്ചവെച്ചേക്കാം. എന്തായാലും ദൈവാനുഗ്രഹത്താൽ നമ്മൾ ഈ ലോക്ക്ഡൌണിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇങ്ങനെ ഒരു പരിതസ്ഥിതിയിലും നമുക്ക് ജീവിക്കാം എന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഈ ലോക്ക്ഡൌൺ കാലഘട്ടം എൻ്റെ ഖുർആൻ പഠനത്തിന് വേണ്ടി ഞാൻ എടുത്തു എന്ന് എനിക്ക് പറയാൻ പറ്റും. അൽഹംദുലില്ലാഹ്. ലോക്ക്ഡൌണിന് മുമ്പ് നാം സ്കൂളിലേക്ക് വരികയും ഖുർആനിന്റെ സവിശേഷതകൾ പറയാൻ തുടങ്ങുമ്പോൾ കയറി പോകുമ്പോൾ അദ്ദേഹം തന്നെ അദ്ദേഹത്തെ നിയന്ത്രിച്ചുകൊണ്ട് ചുരുക്കി കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി ഒരു പരിശ്രമം നടത്തിയെങ്കിലും അനുഗ്രഹമായി ഞാൻ മനസ്സിലാക്കിയാണ്. അതിന് അല്ലാഹുവെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. നമ്മുടെ ഈ സ്ഥാപനം സ്ഥാപിച്ചതിന് ശേഷം സ്ഥാപനത്തിൻ്റെ പല ലക്ഷ്യങ്ങളിൽ പെട്ട വളരെ വലിയ ഒരു ലക്ഷ്യമാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ തഹ്ഫീദുൽ ഖുർആൻ എന്ന ഈ ഫാത്തിമ ഫിദ KP. വളരെ സന്തോഷകരമായ ഒരു സദസ്സിലാണ് നമ്മളുള്ളത്. പരിശുദ്ധ റമദാൻ വെളിപ്പാടകലെ എത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആനെ കുറിച്ച് ചർച്ച ചെയ്യുക എന്നത് തന്നെ ഒരു മഹത്തായ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു രക്ഷിതാവ് എന്നുള്ള നിലയിൽ എന്റെ സംതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അടുത്തതായി കുറച്ച് അവാർഡുകൾ കൂടി നൽകുകയാണ്. 3 ജുസ് കംപ്ലീറ്റ്